ജാപ്പനീസ് കക്കൂസ് ആദ്യമായിട്ട് ഉപയോഗിച്ച പറ്റിയ ഒരു അബദ്ധം ഞാനെന്ന് പറഞ്ഞുതരാം. നാട്ടിൽ നിന്ന് 2 രാത്രി ഒരു പകലും ഫുള്ള് യാത്ര വന്നിറങ്ങുന്നത്. എയർപോർട്ടിൽ നിന്ന് കഴിച്ച ഒരു പുളിച്ച് ചിക്കൻ ഉണ്ട്. അത് കാരണം വയറ് പണിയിട്ട് എനിക്ക് അപ്പിയിട്ടോളാൻ വയ്യ. ഞാൻ ഓടിപ്പടിച്ച് റൂമിലെത്തി ഞാൻ ബാഗെല്ലാം ഒതുക്കി വെച്ച് ഡ്രസ്സെല്ലാം ഊരിയിട്ട് ഞാൻ അപ്പോഴും ലുങ്കി കൊടുത്തെടുത്ത് നേരെ ടോയ്ലറ്റിൽ കയറി ഇരുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ കഴുകാൻ വെള്ളം കാണുന്നില്ല. ടോയ്ലറ്റ് പേപ്പർ ഉണ്ട്, പക്ഷേ ഇവിടേക്ക് ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ഫസ്റ്റ് ദിവസം തന്നെ ഇത് ഉപയോഗിക്കുന്നത് എനിക്കൊരു ഓക്കെ ആയിട്ട് തോന്നിയില്ല. ഞാൻ ഫുള്ള് നോക്കി, മറ്റേ വാട്ടർ ഗണ്ണിൽ ടോയ്ലറ്റ് വെള്ളം, മറ്റേ ഗണ്ണുണ്ടല്ലോ വെള്ളമൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന, അതുപോലും കാണുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ സൈഡിലൊരു പാഡ് കണ്ട്, കുറേ സ്വിച്ചുകൾ. ഞാൻ പിന്നെ ഓരോന്നിങ്ങനെ ചുമ്മാ നിൽക്കാൻ തുടങ്ങി. നിൽക്കിയപ്പോൾ നോക്കിയപ്പോൾ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നേ. അപ്പം നല്ല എനിക്ക് കൊള്ളാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നെക്കി വന്ന് ഒരെണ്ണം നെക്കിയപ്പോൾ ഒരു മെഷീൻ്റെ സൗണ്ട് കേൾക്കാം. ഒരു 3 സെക്കൻഡ് ഈ മെഷീൻ എന്തോ ഇറങ്ങി വരുന്ന പോലൊരു സൗണ്ട്. പുഷ്കെന്നും പറഞ്ഞ് താഴെ നിന്ന് മുകളോട് തിളച്ച വെള്ളം അടിച്ചെന്ന് കയറി. എൻ്റെ പൊന്നെ, എനിക്ക് പൊള്ളി ഞാൻ നിന്നിടന്ന് ഒറ്റ ചാട്ടം വരുന്നു. പിന്നെ എങ്ങനെയൊക്കെ നെക്കിയത് ഓഫാക്കി ഫ്ലഷൊക്കെ ചെയ്ത് പുറത്തിറങ്ങി ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തു. അപ്പോഴാണ് കാണുന്നത് ഇവിടുത്തെ കക്കൂസിൽ വാഷ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് പോലെ സാധനം ഇങ്ങനെ ഷൂന്ന് ഇറങ്ങി വരും. അതിൻ്റെ ഈ തുമ്പത്തുനിന്ന് ഇങ്ങനെ വെള്ളം മുകളിൽ സ്പ്രേ ചെയ്യും. അത് ഹോട്ടും കോൾഡും ഉണ്ട്. ഞാൻ തിളച്ച വെള്ളം വെക്കി കൊടുത്തു. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആദ്യമൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനൊക്കെ അബദ്ധം പറ്റുന്ന നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ശരിയാണ്.